റിപ്പോർട്ടർ കൊല്ലം ന്യൂസ് ബ്യൂറോയ്ക്ക് നേരെ ആക്രമണം. അജ്ഞാത സംഘം ബ്യൂറോയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, പുലർച്ചെ 3 മണിക്കാണെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസാണ്. സ്വാഭാവികമായും CCTV ദൃശ്യങ്ങൾ അടക്കം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. പിന്നെ കേസായാലും കുഴപ്പമില്ലല്ലോ അല്ലേ? അതായത് മാധു, കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ബ്യൂറോയ്ക്ക് നേരെ ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഇവിടെ എത്തുകയും ഈ സ്ഥലമൊക്കെ തന്നെ സീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്ഫോടക വസ്തു നിറച്ച പെട്രോളോ ഡീസലോ നിറച്ച ബിയർ കുപ്പി ഇങ്ങോട്ടേക്ക് എറിയുകയായിരുന്നു. നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാം. വലിയ തോതിലുള്ള ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രമാത്രം ആ സ്ഥലമൊക്കെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമൊക്കെ തന്നെ കരിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെ കരിയണമെങ്കിൽ അത്രമാത്രം ഒരു ബിയർ കുപ്പി മുഴുവൻ ഡീസലോ പെട്രോളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഫോടക വസ്തു നിറച്ച് വേണം എറിയാൻ. നമുക്ക് ഈ ബീർക്കുപ്പിയുടെ ഈ പൊട്ടിയ ഭാഗം നോക്കുമ്പോൾ അവിടെ തിരിയൊക്കെ തന്നെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി സ്ഫോടക വസ്തു നിറച്ചുകൊണ്ട് നമ്മുടെ ബ്യൂറോയിലേക്ക് കിടക്കുന്ന ഈ വഴിയിൽ ഇന്നലെ രാത്രി എറിയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ 2:55 കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് പ്രാഥമികമായി നമ്മൾ CCTV ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഇതിന് പിന്നിൽ ആരാണെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ ദൃശ്യങ്ങൾ പറയുന്നതനുസരിച്ച്, ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഒരാൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ബിയർ കുപ്പി എറിയുകയായിരുന്നു. ഇവിടെ ഈ സ്ഥലത്ത് നമ്മുടെ കാറുണ്ടായിരുന്നു. പക്ഷേ കാറിന് പ്രത്യേകിച്ച് ഒന്നും കേടുപാടുകൾ വരുത്തിയിട്ടില്ല. കരുതിക്കൂട്ടി ബോധപൂർവം, അതായത് നമ്മൾ ഈ പരിസര പ്രദേശത്ത് CCTV ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു ബൈക്കിൽ 2 അംഗ സംഘം വരുന്നു. അതിൽ ഒരാൾ നടന്നു വന്ന് ഞാൻ നേരത്തെ നിന്ന ആ സ്ഥലത്ത് വെച്ച് ബ്യൂറോയിലേക്ക് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു എറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെയാണ് നമ്മൾ ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ തന്നെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവരം അറിയിച്ചു. പിന്നീട് ACP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും കൃത്യമായി CCTV പരിശോധിക്കുകയും സ്ഥലം സീസ് ചെയ്യുകയും സംഭവവുമായി ബന്ധപ്പെട്ട് കർശനമായ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് നിരവധി CCTV ഇതിനോടകം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും അധികം വൈകാതെ ഈ അക്രമിയെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. മാധു, നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ പലർക്കെതിരെയും നൽകുന്നതാണ്. നമ്മൾ വാർത്ത നൽകുക എന്നതാണ് നമ്മുടെ തൊഴിൽ. പലതരത്തിലുള്ള വാർത്ത, പല ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ വാർത്ത നൽകിയതാണ്. നിരന്തരമായി ഇന്ന് രാവിലെയും നൽകി. അങ്ങനെ വാർത്തകൾ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇത്തരം ആക്രമണം കൊണ്ട്, ഇത്തരം പേടിപ്പിക്കൽ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പിന്നോട്ട് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും വാർത്തകൾ കൊല്ലം ബ്യൂറോയിൽ നിന്ന് ഇനിയും ഉണ്ടാകും. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പരിശോധിക്കുന്നത് കണ്ടിട്ടുണ്ടായത്? അവരുടെ ഒരു പ്രാഥമിക നിഗമനം എന്താണ്? മാധു, പോലീസ് കൃത്യമായി ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ഈ സ്ഥലം സീസ് ചെയ്യുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇവിടെ കാവലിന് നിലവിൽ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കൃത്യമായൊരു നിരീക്ഷണം ഇവിടെ എന്തായാലും ഉണ്ട്. പോലീസ് കൃത്യമായൊരു ഇടപെടൽ പോലീസ് നമ്മൾ അറിയിച്ച ഘട്ടത്തിൽ തന്നെ ആ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു സംഭവമാണ്, ഒരു കൃത്യമാണെന്നാണ് പറയുന്നത്. കാരണം 2 അംഗ സംഘം ബൈക്കിൽ വരുന്നു. ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബ്യൂറോ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ആ 2 അംഗ സംഘത്തിലെ ഒരാൾ
ഒരാൾ വരുന്നു. അയാൾ തലയിൽ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, കൈ മറച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലത്ത്, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് നേരെ എറിയുകയായിരുന്നു. അതായത് കാർ ഇവിടെയുണ്ട്, ഏതെങ്കിലും തരത്തിൽ കാർ നശിപ്പിക്കാൻ വരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഒരു തരത്തിൽ വാണിംഗ് എന്ന പോലെ അങ്ങോട്ടേക്ക് നമ്മുടെ ബ്യൂറോയുടെ പടിക്കെട്ടിലേക്ക് 2:55 കൂടി ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു, പെട്രോളാണോ ഡീസലാണോ എന്നറിയില്ല, ആ വസ്തു ഇങ്ങോട്ടേക്ക് എറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി ഇവിടെ പരിശോധിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം അത് എത്ര ശക്തിയായിട്ടാണ് ആ ബോട്ടിൽ ഇങ്ങോട്ട് എറിഞ്ഞത്, എത്രമാത്രം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം അത്രമാത്രം തീപിടുത്തം ഉണ്ടായതുകൊണ്ടാണ് വലിയ കറുത്ത കരിപ്പാടുകൾ അവിടെ ഇങ്ങനെ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കൃത്യമായി പേടിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെ നടത്തിയ ആക്രമണം വേണം, ബോധപൂർവം നടത്തിയ ആക്രമണം തന്നെ ആകണമെന്ന് വേണം കരുതാൻ. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ അധികം വൈകാതെ കേസെടുക്കും. നമ്മൾ ഇതിനോടകം തന്നെ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വാർത്ത ചെയ്യുന്നത് തുടരും. ഈ ബ്യൂറോയിൽ നിന്ന് ഇനിയും വാർത്തകൾ ഉണ്ടാകും. ഇനി പെട്രോൾ ബോംബല്ല, മറ്റേത് ബോംബ് എറിഞ്ഞാൽ പോലും വാർത്ത നമ്മൾ കൃത്യമായി ചെയ്യും. അത് ഗുണ്ടകൾക്കെതിരെയും അനീതികൾക്കെതിരെ വാർത്ത ചെയ്തുകൊണ്ട് ഈ ബ്യൂറോ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അത് ഓക്കെ ജയശങ്കർ. വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ പുലർച്ചെ 3:15 കൂടിയാണ് റിപ്പോർട്ടർ ടിവിയുടെ കൊല്ലം ബ്യൂറോയിലേക്ക് പെട്രോൾ ബോംബ് എന്ന് വിചാരിക്കുന്ന ഒരു സ്ഫോടക വസ്തു എറിയുന്നത്. ബൈക്കിലെത്തിയ ഒരാളാണ്, മുഖം കൃത്യമായി മറച്ചിട്ടുണ്ട്, കൈയടക്കം മറച്ചിട്ടുണ്ട്. അവിടെ വന്ന് പരിസര നിരീക്ഷണമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ വീരകൃത്യം നടപ്പിലാക്കിയത്.